മൈക്ക് ബ്രോ മലയാളി വണക്കം. തുടങ്ങണ്ടേ? ഒന്ന് കൈവെക്ക്. പരിപാടി തുടങ്ങണമെങ്കിൽ ഷോയുടെ ടൈറ്റിൽ വെക്കണം. ഇതെന്താണ് പുതിയ പരിപാടിയാണല്ലോ, നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളല്ല, സാധാരണഗതിയിൽ ഇത് നമ്മുടെ ടീം തന്നെ വെക്കാറുണ്ട്. ഇന്ന് പക്ഷേ കുറച്ചധികം നേരത്തെ ആയതുകൊണ്ട് പരിപാടി സെറ്റ് ആവുന്നതേ ഉള്ളൂ. ഞാനും കൂടെ. അയ്യോ കൂടണം. ഒരുമിച്ച് എന്താണ് എടാ പോടാ അവിടെ. നിങ്ങൾ ഒരു ദിവസം എടുത്ത് സെറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഒരു മിനിറ്റ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് സ്പെല്ലിങ് തെറ്റാന്ന് നോക്കണം കേട്ടോ. എൻ്റെ സ്പെല്ലിങ് തെറ്റി നടക്കടാ. അയ്യോടെ ആ പക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഞാൻ ഒരു പരിപാടി ഇന്റർവ്യൂവിനുമായിട്ട് ഇതിന്റെ ആർട്ട് പരിപാടിയും കൂടെ ചെയ്യണം. ആർട്ട് കൂടെ ചെയ്തിട്ട് വേണം ഇന്റർവ്യൂ കൊടുക്കാനൊക്കെ. അങ്ങനല്ല, ബാക്കി എല്ലാ പണിയും ഞങ്ങൾ എടുത്തോളാം. അപ്പോൾ ഒഫീഷ്യലി ഷെയ്ൻ നിഗം, വെൽക്കം ടു ടെക്കി പ്രസൻസ് ദ ആജി ബൈക്ക് ഷോ. താങ്ക് യു. ലൈഫ് സ്മാർട്ട് ആക്കാൻ ടെക്യുണ്ട്. ട്രെൻഡിനൊപ്പം മുന്നേറാം, ടെക്യുവിനൊപ്പം അപ്ഡേറ്റ് ആകാം. സോ ഷെയ്ൻ നിഗം, ഹൗ ആർ യു? വെരി ഗുഡ്. ഞാൻ ഷെയ്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്നത് കേരവസേറമാനുന്റെ പൂജയുടെ സ്ഥലത്താണ്. ഷെയ്ൻ ഈ പറഞ്ഞ പോലെ ഫാദറിന്റെ ഒപ്പമാണ് വന്നത്. ഒരുപാട് പേരോടൊന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്ന ഒരു പയ്യൻ. ഡയറക്ടറോട് സോണിയോട് മാത്രമേ അധികം കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അങ്ങനെ നിന്നൊരു പയ്യൻ പരിപാടിയിൽ നിന്ന് ലൈക്ക് എന്തോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇരുത്തം വന്ന പോലെ, ഒന്ന് പയറ്റി തെളിഞ്ഞ പോലെ ഒരു ഫീലുണ്ട്. എന്താ ചേഞ്ച് ചെയ്തത് ഷെയ്ൻ നിഗത്തിന്? എല്ലാം ഈ എല്ലാത്തിൽ പെടുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാഴ്ചപ്പാട്, ഓക്കെ, ജീവിതത്തിനോടും പൊതുവെ പിന്നെ വർക്കിനോടും എല്ലാത്തിനോടുള്ള കാഴ്ചപ്പാടിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ. ഈ 25-ന് ശേഷം ലൈഫിൽ ഒരു ഹാർഡ് ഹിറ്റ് ചെയ്തൊരു റിയാലിറ്റി എന്താണ്? കുറെ എണ്ണം തോന്നുന്നു. കുറെ കാര്യങ്ങളുണ്ട് ബേസിക്കലി ടു ലേൺ. എല്ലാ ദിവസവും ഉണ്ട്. ആ ലേണിംഗ് നിൽക്കില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കാന്നുള്ളത്. തീരുമില്ല എന്നുള്ളൊരു സംഭവം. ടെസ്റ്റ് തീരൂല. ഈ ഷെയ്ൻ എന്ന് പറയുന്ന പബ്ലിക് ഫിഗറിനെ ഞങ്ങൾക്ക് അറിയാം. ഷെയ്ൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറച്ച് പേർക്ക് അറിയാം. ഈ ഷെയ്ൻ എന്ന ചേട്ടൻ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. ഓക്കെ, ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. വേണ്ട സമയത്ത് അന്യനാവും. മുടികളോട് അമ്പിയം. ഓക്കെ, സോ ദൃഢമാണ് തിയേറ്റേഴ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടം. എങ്ങനെയുണ്ട് ഫീഡ്ബാക്സ് നിങ്ങൾക്ക് കിട്ടുന്നത്? തിയേറ്ററിൽ പോയി കണ്ടവർക്ക് എല്ലാവർക്കും നല്ലതായിട്ട് വർക്ക് ആവുന്നുണ്ട്. ലാർജർ ദാൻ ലൈഫ് അല്ലാത്ത ഒരു പോലീസ് ഓഫീസർ, വൾണറബിൾ ആയ ഒരു പോലീസ് ഓഫീസർ, അങ്ങനെ ഒരു പോലീസ് ഓഫീസറിനെ ഒരു നായകനെ സിനിമയിൽ അഭിനയിപ്പിച്ച് കൈയടി മേടിക്കാൻ അത്ര ഈസിയാണോ? വൾണറബിൾ ആയിട്ടുള്ളതിന് ഇച്ചിരി പാടല്ലേ? നമുക്ക് ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് തഗ് ലൈഫ് മാസ് ഡയലോഗ് അടിക്കാൻ പറ്റും. ഇത് അതൊന്നുമില്ല. ഇത് മാറ്റർ മാത്രമേ പറയണുള്ളൂ. ഇയാള് അതിന്റെ അവസ്ഥകളെ പറയണുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ സിനിമയിൽ ഒരിക്കലും അങ്ങനെ ഒരു നമുക്കിപ്പോ കണ്ട് ശീലിച്ച അങ്ങനത്തെ ഒരു മാസ പരിപാടിയുള്ള ഒരു പോലീസ് ഓഫീസർ ആ കഥയ്ക്ക് സൂട്ട് ആവില്ല. വിജയ് ദാദർഷൻ ഈസ് വെരി മച്ച് ക്ലോസ് ടു ഹിസ് മദർ. റിയൽ ലൈഫിലെ ഷെയ്ൻ വരുമ്പോൾ ഷെയ്നും അമ്മയുമായിട്ട് ഉമ്മച്ചിയുമായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും മദർ വിളിക്കുമ്പോ അപ്പൊ മനസ്സിലാവും സൗണ്ട്. ഹലോയിൽ തന്നെ പരിപാടി കിട്ടും. എന്ത് പറ്റിയെന്ന് പിന്നെ ചോദിക്കുള്ളൂ. ഒന്നുമില്ലാന്ന് പറയും. അത് തന്നെയാണ് ക്യാരക്ടർ പറയണം. അപ്പൊ എന്താ കാരണം എന്ന് പറയാ. ഇന്ന കാരണമല്ലേ. പിന്നെ എന്ത് പറയാൻ സമാധാനിപ്പിക്കും. കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മളത് മറന്നു വേറെ പരിപാടിയായിട്ട് പോകും. ഓക്കെ, ദൃഢത്തിലേക്ക് വരുമ്പോഴേ ഈ നിങ്ങളുടെ പ്രൊഡ്യൂസർ ജീതു ജോസഫ്, അദ്ദേഹത്തിന് ഈ ദൃ ആയിട്ട് എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടോ? ദൃശ്യം വെച്ചിട്ടല്ല. ഞാനത് ആ സമയത്ത് ദൃഢം എന്ന് പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചിരുന്നു. നിങ്ങൾ കഥ കേൾക്കുന്നത് പണ്ടാന്ന് വിചാരിക്കാം. ഞങ്ങളിപ്പോ കാണുമ്പോ ദൃഢം റിലീസായി 2 ആഴ്ച കഴിഞ്ഞ ദൃശ്യം റിലീസ്. ജീതു ജോസഫിന്റെ മകൻ 2 ദൃ. ഓക്കെ, സോ ജീതു ജോസഫ് പ്രസൻസ് എന്ന് പറയുന്നത് ദൃഢം എന്ന സിനിമയ്ക്ക് എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്? നല്ല കുറെ ത്രില്ലേഴ്സ് മൂവീസ് തന്നിട്ടുള്ള ഡയറക്ടറാണ് ജിത്തു സാറ്. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഓൾറെഡി സംഭവിക്കും. അതിനൊരു വാല്യൂ ഓൾറെഡി ജനം കൊടുക്കും തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്മിങ് ടു ദ ഡയറക്ടർ മാർട്ടിൻ ജോസഫ്, ഹി ഈസ് എ ഡെബ്യൂട്ടന്റ്. ഷെയ്ൻ നിഗം എന്ന ബാങ്കബിൾ ആക്ടർ ന്യൂ കമർ ഡയറക്ടേഴ്സിൽ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താണ്? ഇത് പ്രൂവ് ചെയ്യണം. അവർക്ക് അവരുടെ കരിയറാണ്. അവര് എല്ലാം ചിലപ്പോൾ വിട്ടെറിഞ്ഞിട്ടൊക്കെ വന്നേക്കണവരായിരിക്കും. അവർക്ക് വേറെ ഇത് ചെയ്തേ പറ്റൂ. ഇത് അവർക്ക് നടത്തിയെടുത്തേ പറ്റൂ. സ്വപ്നമാണ്, ഡു ഓർ ഡൈ ആണ് അവരുടെ കാലങ്ങളുടെ സ്വപ്നമാണ്. അവർക്ക് ഇത്രയും കാലം സിനിമകളിൽ കണ്ട് അവർ ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ ഒരു ആദ്യത്തെ വർക്കിനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അത് ഞാൻ പറഞ്ഞത് 8 പേരും ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നവരായിരുന്നു. മുൻ പോലീസ് ക്യാരക്ടേഴ്സ് എടുത്ത വേലയിലേത്, കൊറോണ പേപ്പേഴ്സ്, ഇപ്പോൾ വിജയ് രാധാകൃഷ്ണൻ. ഇനി ഷെയ്ൻ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ അതിലെന്തായിരിക്കും ആക്ടർ ഷെയ്ൻ നോക്കുക? ഈ 3 പോലീസ് ക്യാരക്ടർ പോലെ ആകരുത് എന്നുള്ളതായിരിക്കും ആദ്യം നോക്കുക. ഓക്കെ, പിന്നെ ഡിഫറെന്റ് ജോണറിൽ പോലീസ് ക്യാരക്ടർ ചെയ്യണം എന്നുള്ളതാണ്.
ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആവണമെന്നില്ലല്ലോ പോലീസ് ക്യാരക്ടർ ചെയ്യാൻ. യെസ് വേറെ എന്ത് ജോണറും ആവാലോ. അതെ. ഷെയ്ൻ നിഗത്തിനെ അറിയാത്തൊരു സ്പേസിൽ ഷെയ്ൻ എന്ന ആക്ടറെ, മലയാളത്തിലെ ആക്ടറെ അറിയാത്ത ഒരാൾ പരിചയപ്പെടുവാണെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സീൻ എടുത്ത് കാണിച്ചിട്ട് ദിസ് ഈസ് മീ ആസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക, ഏത് ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഏത് പടമായിരിക്കും? കുമ്പളങ്ങിനായിട്ട് പറവ, ഭൂതകാലം, RDX. ഓക്കെ, ഈ 4 പടങ്ങൾ നമ്മൾ കാണിക്കും. സൂപ്പർ. ഹൗസ് ടൈഗർ? ടൈഗർ എന്താണെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് അറിയൂ. നമ്മൾ ഒരു പെറ്റിനെ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അതിനെ മേടിക്കുന്നു, പേരിടുന്നു, ഇതെല്ലാം ഓക്കെയാണ്. മേടിച്ചില്ല, അഡോപ്റ്റ് ചെയ്യുന്നു, പേരിടുന്നു, ഇതെല്ലാം ഓക്കെയാണ്. ബട്ട് ബീങ് എ പെറ്റ് പാരന്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഹൗസ് ദാറ്റ് ലൈഫ്? അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ്. ഗംഭീര പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. മദർലി അല്ലെങ്കിൽ ഫാദർലി അഫെക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇവര് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കൊച്ചുങ്ങളായിട്ട് നമ്മൾ ഇവരെ അറിയാണ്ട് അങ്ങനെ ആയിപ്പോകും നമുക്ക്. ഓക്കെ. അപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവരുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുമല്ല. മനുഷ്യരെ പോലത്തെ എക്സ്പ്രഷനൊക്കെ കിട്ടുകയും ചില സമയത്ത് നമുക്കത് മനസ്സിലാവും ചെയ്തു. ഇവര് കറക്റ്റായിട്ട് ഇത് മനസ്സിലായി. അത് പിണക്കമൊക്കെ കാണിച്ചിരിക്കണേ കണ്ട ഇത് വേറെ ലെവലാണ്. മനുഷ്യര് തോറ്റാണ് റിയാക്ഷൻ ഒക്കെ ഇട്ടുകളെ. പിന്നെ ഫോട്ടോന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുത്ത, പിന്നെ മറ്റേ ഗൂച്ചിയുടെ ഒക്കെ മോഡലാണ്. ആറ്റിറ്റ്യൂഡ് രസമാണ്. സോ വിജയ് രാധാകൃഷ്ണനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വിജയ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിജയ് വൾണറബിൾ ആണ്. ബട്ട് വിജയ് രാധാകൃഷ്ണൻ കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടുള്ള പ്രമാദമായ കേസുകൾ ഞാൻ ഓരോന്നിടത്തായിട്ട് പറയാൻ പോണ്. ആ കേസുകളൊക്കെ ഏത് പടത്തിലെന്ന് പറയണം. ദ ഹിറ്റ് ആൻഡ് റൺ കേസ് ഓഫ് ജോഷുവ പീറ്റർ ഏതാണ് സിനിമ? ഷെറാവാനും അല്ലേ? ഞാൻ പോരെ, സ്വന്തം പടമല്ലേ? അതെ, ജോഷുവ പീറ്റർ എന്ന് പറഞ്ഞപ്പോഴാണ്. അതാണ് കഥയാണ്. ഓക്കെ. വരുൺ പ്രഭാകർ കൊലക്കേസ് ദൃശ്യം. ഫേമസ് ആണ്. ഓക്കെ. സീരിയൽ കില്ലർ ബെഞ്ചമിൻ ലൂയിസിന്റെ കേസ് ഏതാണ് പടം? ബെഞ്ചമിൻ, അത് അറിയാലോ. ബെഞ്ചമിൻ ലൂയിസ് മറ്റേ സേതുരാമയ്യ അല്ല. ബെഞ്ചമിൻ ലൂയിസ് അല്ലെങ്കിൽ ആമോസ് അലക്സാണ്ടർ, സീരിയൽ കില്ലർ. ഇതാണോ നമ്മുടെ 5ാം ഭാഗം? യെസ്. ഓക്കെ. ACP ആര്യൻ മർഡർ കേസ്. വേണേ ഒരു ക്ലൂ തരാം. ജയസൂര്യാണ് ACP ആര്യൻ. ഓ, ഇതാ മുംബൈ പോലീസ്. ഓക്കെ. സോ ദ മാൻ മിസ്സിംഗ് കേസ് ഓഫ് CPO അമ്പിളി രാജു. ഇത് സിനിമയല്ല, ഒരു സീരീസ് ആണ്. ഒരു സീരീസ് ആണ്, കേരള ക്രൈം ഫയൽസ്. കണ്ടായിരുന്നോ? ഓക്കെ. ഇനി കുറച്ചുള്ളത് ടഫാണ്, എന്നാലും ഇട്ട് നോക്കാം. സ്കൂൾ ഗേൾ കില്ലിംഗ് കേസ്, ക്രിസ്റ്റഫർ ഫെർണാണ്ടസ്. മലയാള സിനിമയല്ല, രാക്ഷസൻ. ഓക്കെ. സോ ഗുപ്തൻ മർഡർ കേസ്, ചൂട് ചായ ഊതി കുടിക്കുന്ന ഗുപ്തൻ കൊല്ലപ്പെട്ടു. ഗുപ്തൻ എന്ന് പറഞ്ഞ പേര് മറ്റേ പടമല്ലേ? അതല്ലേ, ഹരികൃഷ്ണൻസ്. അടുത്തൊരു കേസ് പറയട്ടെ. ഈ കേസ് ഉറപ്പായിട്ടും കിട്ടേണ്ടതാണ്. കുരങ്ങ് ശല്യമുള്ളൊരു പറമ്പിന് അടുത്തുള്ളൊരു വീടും ആ വീട്ടിലെ ഒരു മാൻ മിസ്സിംഗ് കേസും ഒരു ഗൺ മിസ്സിംഗ് കേസും. പറഞ്ഞോ? യെസ്. ഓക്കെ. LGBTQ+ ഓണർ കില്ലിംഗ് കേസ്, റീസെന്റ് വന്ന് ഹിറ്റായ ഒരു ത്രില്ലർ സിനിമയിലെ കേസാണ്. ഇതാണോ മറ്റേ സൂക്ഷ്മദർശൻ? യെസ്. ദൃഢത്തിലേക്ക് വരുമ്പോൾ ദൃഢത്തിന്റെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ പടത്തിന്റെ ടൈറ്റിലിന്റെ തൊട്ട് താഴത്തിന് എഴുതിയിരിക്കുന്ന ഒരു സാധനമാണ് പ്രൊട്ടക്ട്, സെർവ്, സർവൈവ്. റിയൽ ലൈഫിൽ ഷെയ്ൻ നിഗം ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്? പ്രൊട്ടക്ഷൻ, സെർവിങ് ഓർ സർവൈവൽ? മൂന്നും പറയാം. ആരെയാണ് ഷെയ്ൻ നിഗം പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് എന്നെ തന്നെയാണ്. അത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചെയ്യണമല്ല. ഓക്കെ. ഷെയ്ൻ നിഗം സർവൈവ് ചെയ്യേണ്ടി വന്നത് എന്തിനാണ്? ഇൻഡസ്ട്രി ബ്രോ, അത് ഭയങ്കര വേറെ ലോകമാണ്. ഓക്കെ. അവിടെ സർവൈവ് ചെയ്യുന്നതന്നെ വേറെ പരിപാടിയാണ്. അത് മനസ്സിലാവും. അത് എനിക്കാണ് ബ്രോ ഇപ്പൊ ഇതിനോട് അടുത്ത് നിൽക്കുമ്പോൾ കുറേ കൂടെ മനസ്സിലാവും. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തം ഗ്ലിറ്ററും പരിപാടിയാണ്. ഗ്ലിറ്റ്സ് മാത്രമേ അവർ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത് അറിയുന്നുള്ളൂ. പക്ഷെ ഒരു ശരാശരി സാധാരണക്കാരൻ ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അയാള് ഒന്നില്ലെങ്കിൽ അയാള് അടിമ, മറ്റേ സ്ലേവ് സ്ഥാനത്തിലേക്ക് മാറണം. നമ്മള് കുറച്ചൊന്ന് ഈ പറഞ്ഞ കോംപ്രമൈസ് ചെയ്യണം, നമ്മുടെ എത്തിക്സിനെ കോംപ്രമൈസ് ചെയ്യണം. എത്തിക്സ് എന്നുള്ളതല്ല, നമ്മുടെ വിഷനെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടമില്ലാത്ത സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ചിരിച്ചും അങ്ങനത്തെ ഒരു രീതി, അത് നല്ലതാണ്. ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മോശമായിട്ട് പെരുമാറണമെന്നല്ല അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ചില സ്ഥലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവിടെ നമ്മൾ പോകേണ്ടി വരും. എന്നിട്ട് ഇവരെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടി വരും, ഇവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് ഇവിടെ. അതിൽ നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ അത് ശരിക്കും അതൊരു വലിയ ഒരു ജയന്റ് ലീപ്പാണ്. അതെടുത്താൽ നമുക്ക് ഇവിടെ ഇച്ചിരി പണിയാണ് നമ്മളുടെ സ്റ്റാൻഡിൽ നിൽക്കണമെങ്കിൽ. ഇപ്പം നമ്മൾ വേറൊരാളാണ് നമ്മളെ ഗൈഡ് ചെയ്ത് പോകണമെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. അതായത് നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ട്,
അപ്പോൾ അയ്യോ അത് അയാളുടെ ആളാണ് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്, അങ്ങനെ ഒരു ആള് പറയാനില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും വന്നിട്ട് വെള്ളം കോരാന്നുള്ള പരിപാടിയാണ്. സിനിമ ഞാൻ കണ്ടപ്പോൾ സിനിമയുടെ കാർഡുകളുടെ കൂട്ടത്തിൽ കണ്ടൊരു സാധനമാണ് താങ്ക്സ് ടു ഓൾ കേരള ഷെയ്ൻ നിഗം ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. അധികം പേരൊന്നുമില്ല, പക്ഷെ ഉള്ളവർ അത്യാവശ്യം വർക്ക് ചെയ്യണവരാണ്. ഓക്കെ. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ പടം ഇറങ്ങുന്ന ദിവസം ഇവര് അതിന്റെ തലേന്ന് ഇവര് പോയിട്ട് ഫ്ലെക്സും സംഭവങ്ങളും ഇതെല്ലാം സെറ്റ് ചെയ്യും. പിന്നെ വെൽഫെയർ നടത്തും ഇവര്. ഈ അതിൽ ഷെയ്ൻ ഇൻവോൾവ് ആവാറുണ്ടോ വെൽഫെയറിൽ? ഒരു ആക്ടർക്ക് മസ്റ്റ് ആണോ? അങ്ങനെ എനിക്കറിയില്ല, അത് പിന്നെ അവരുടെ ഒരു സന്തോഷമുള്ള. ഇവർക്ക് ഇത് വേണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച് നമ്മളോട് വന്നേക്കണ ആൾക്കാർ. നമ്മളിപ്പോ ഒരു പോയിട്ട് കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി സെറ്റ് ചെയ്തൊരു സംഭവം അല്ലാത്തതുകൊണ്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് നടക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എന്നാ ഞാൻ ഇത് വേണ്ട എന്നും വെക്കുന്നില്ല. അത് അവിടെ ആൾക്കാർ വരുന്നു, അവര് വരുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ ജോയിൻ ചെയ്യുന്നു, ഇല്ലാത്തവർ ജോയിൻ ചെയ്യുന്നില്ല. ഓക്കെ. ഫാൻസ് അസോസിയേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്ന് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ചർച്ച ചെയ്യുന്ന TVK എന്ന് പറയുന്നത് ഇതിനു മുമ്പേ വിജയ് രസികർ മന്ത്രമായിരുന്നു. TVKയുടെ ഈ ഒരു വിജയത്തിനെ എങ്ങനെയാണ് ഷെയ്ൻ നിഗം നോക്കി കാണുന്നത്? ലൈക്ക് സ്റ്റാർഡം ടു വോട്ട്. ഭയങ്കര പവറാണ്. ഇങ്ങനെ അത് പറയണ്ടേന്ന് അറിയില്ല. കാരണം തമിഴ്നാട് അവിടത്തെ ഒരു സ്റ്റാറിനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനോ ഉള്ള ഒരു റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് നമ്മുടെ ഇവിടുത്തെ ആർക്കും അതില്ല. ഞാൻ ഒന്നും പേരെടുത്ത് പറഞ്ഞില്ല, ആർക്കും ആ പരിപാടി കിട്ടില്ല. അവിടുത്തെ സിനിമ വ്യൂയിങ് കൾച്ചർ വേറെ. അവിടെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ കാഴ്ചപ്പാട് നമ്മളെ കാണുള്ളൂ, പിന്നെ ദൈവമായിട്ടേ കാണുള്ളൂ എന്നുള്ള സീനൊക്കെ ഉണ്ടാവും. അത് ഈവൻ ഈ തെലുങ്കിലും ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അത് വേറെ കാറ്റഗറിയാണ്. അപ്പോൾ ആ ഒരു അഡ്മിറേഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ബോട്ടിലോട്ട് കൺവേർട്ട് ആയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ കുറേ റീൽസൊക്കെ കാണുമ്പോഴത്തേക്കും ചെയ്തതായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് എനിക്ക്. ഓക്കെ. ഷെയ്ൻ നിഗം ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ ചെയ്യും? ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ചെയ്തേക്കാം. ഒരു ഫോട്ടോ തരാം, കണ്ടുപോയി. ഓ യെസ്. ഇതിപ്പോഴത്തെ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ ഷെയ്ൻ നിഗത്തിനോടാണ്, ആ കുട്ടി ഷെയ്ൻ നിഗത്തിനെ പറ്റി. ഓക്കെ, ആർ യു റെഡി ടു ആൻസർ? യെസ്. അവന്റെ ഡ്രീംസ് എല്ലാം തന്നെ ഇന്ന് യാഥാർത്ഥ്യമായോ? ഡ്രീംസ് അല്ലെങ്കിൽ അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു ആ കുട്ടി ഷെയ്ൻ്റെ? അയാൾക്ക് അതൊന്നും പ്രോസസ്സ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ ഒരു കാര്യം, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ജീവിതത്തിൽ. ഓക്കെ. ഇപ്പം ആഗ്രഹിക്കാറുണ്ടോ? ഇപ്പോഴും ആഗ്രഹിക്കാൻ അറിയില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. ആഗ്രഹിച്ചാൽ അത് എനിക്കെന്തോ നടക്കാറില്ല. ആഗ്രഹിക്കാറില്ല. ഓക്കെ. അങ്ങനെയെങ്കിൽ ആ കുട്ടി ഷെയ്ൻ്റെ അന്നത്തെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇന്നത്തെ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. എത്ര പേരുണ്ട്? എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാവരും ഇപ്പോൾ ഉള്ളവരും വളരെ ചെറുപ്പം പോലെ എനിക്ക് അറിയാവുന്നവരാണ്. ഓക്കെ. അവന്റെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു? എന്തായാലും പ്രേതത്തിനെയും പാമ്പിനെയും ഒന്നും അല്ല, അങ്ങനത്തെ ക്ലീശേ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. പേടി എന്തോ ഒരു എവിടുന്ന് ഒരു ഡീപ്പ് ഒരു സാഡ്നെസ് ഉണ്ട്. എന്താണ് അവന്റെ കാര്യം അറിയാത്തൊരു ദുഃഖം, കാര്യം അറിയാത്ത എന്തോ ഒരു പെയിൻ ഇയാളുടെ ഉള്ളില് പണ്ട് പോലെയുള്ള പോലെ ഒരു സാധനം അകത്തുനിന്ന് ഇങ്ങനെ. അത് ആ കുട്ടി ഷെയ്നിലുണ്ടായിരുന്നത് ഇന്നും ഉണ്ടോ? അതിന്റെ ഒരു അംശമുണ്ട്. അതൊക്കെ അഭിനയത്തിനെ സഹായിക്കുന്നുണ്ടെന്നാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പൊ നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും നമുക്ക് ഉള്ളിൽ നിന്നൊരു ആ പെയിൻ ഉള്ളിലുണ്ടെങ്കിൽ, അതായത് അതൊരു സങ്കടപ്പെടുത്തുന്ന എനിക്ക് പറയണ്ടേന്ന് അറിഞ്ഞൂടാ. ചിലപ്പോ അത് എല്ലാവർക്കും പറയണവര് ചിലപ്പോ കിട്ടണമെന്നില്ല, പക്ഷെ ഒരു സാധനം ഉണ്ട്. മനസ്സിലായി. ഓക്കെ. സോ അവന്റെ ഡ്രീം കാർ വാങ്ങിയോ? ഡ്രീം കാറാ? ഇങ്ങനെ ആൾക്കാർ, ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഞാൻ ഈ കാർ എങ്ങനെ മേടിച്ചു. അതങ്ങനെ ഞാൻ ഡ്രീം ചെയ്തിട്ടില്ല. ഇല്ല. പക്ഷെ മേടിക്കുമ്പോ ടോപ്പ് മേടിക്കണമെന്നില്ലേ? അതുണ്ട്, അത് പോയിന്റ്. അത് തന്നെ ഉള്ളൂ, ആ പോയിന്റേ ഉള്ളൂ. നമുക്ക് ഇത്ര ഇതാ, നമുക്ക് ഒറ്റൊരെണ്ണം മേടിച്ചാൽ മതി എന്നുള്ള മൈൻഡാ. മനസ്സിലായി. മറ്റേ ഒരുപാട് അങ്ങനെ കുറെ എന്നുള്ള ചിന്തയില്ല. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി വൺ. ഈ കുട്ടി ഷെയ്ൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേ ഹീസ് ഹാപ്പി. യെസ്. ആർ യു ഹാപ്പി ലൈക്ക് ഹിം? ഇന്ന് അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. അവന്റെ ഹാപ്പിനെസ് ഇന്നത്തെ ഷെയ്ൻ നിഗത്തിനുണ്ടോ? കിട്ടില്ല. അത്രയും ഹാപ്പിനെസ് നമുക്ക്, അല്ലെങ്കിൽ അത്രയും നമുക്ക് കെയർ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ അത്രയും അധികം ഒന്നും ചിന്തിക്കാതെ നമുക്ക് ഇപ്പൊ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഡേ ടു ഡേയിൽ ഡീൽ ചെയ്ത് പോകാനും. ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂവിന് വന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ലോഡ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു.
അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് മറ്റേ അന്നത്തെ പോലെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഗംഭീര പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു ടൈം ട്രാവൽ നടത്താൻ പോവാണ് ഫ്യൂച്ചറിലേക്ക്. ഇത് ഇൻസ്റ്റഗ്രാമിലില്ല. ഇതാരോ പോലെ ഉണ്ടല്ലോ. ചാറ്റ് GPT തരുന്ന ഷെയ്നിക്കൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇങ്ങനെയൊക്കെ ഇരിക്കും. കൊള്ളാം, അത് എനിക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ. 2050 ഷെയ്നിക്ക് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. പഠിച്ചാനറിയാം. ഓക്കെ, എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഇന്നത്തെ ഷെയ്നികത്തിനോടാണ് അബൌട്ട് 2050 ഷെയ്നികം. ഓക്കെ, 2050 ആ ഷെയ്നികം എത്ര ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നത് ഗ്ലോബൽ വൺ സിനിമ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് പതുക്കെ മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഭാഷകളിലല്ല, അത് ഏതെല്ലാം സ്ഥലത്ത് എത്തുന്നു എന്നുള്ളതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, ആണ് എനിക്ക് തോന്നുന്നത്. 2050 ഷെയ്നികത്തിന് എങ്ങനെ അറിയപ്പെടാനായിരിക്കും ഇഷ്ടം? ലവ്ഡ്. ഓക്കെ, ഇന്നത്തെ ഷെയ്നികത്തിന് മെബാക്ക് ഉണ്ടെങ്കിൽ അന്നത്തെ ഷെയ്നികത്തിന് ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ടാവും. സൂപ്പർ, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, വീട്ടിലെ ഷോക്കേസിൽ ഒരു 2 നാഷണൽ അവാർഡ് ഉണ്ടാവും. സംശയം. ഓക്കെ, ഇന്നത്തെ ഷെയ്നികത്തിന് എന്ന പോലെ അന്നത്തെ ഷെയ്നികത്തിനും ഫാദറിനെ മിസ് ചെയ്യുന്നുണ്ടാവോ? പിന്നെ ഉണ്ടാവും.